നമസ്കാരം. മെഹർ മന്ത്യാൻ ഗ്രിൽസിൽ നിന്നാണ്. കഴിഞ്ഞ വിഷുദിനത്തോട് അനുബന്ധിച്ചുകൊണ്ട് നമ്മൾ ചെറിയൊരു ആശംസ പോസ്റ്റർ ഉണ്ടാക്കിയായിരുന്നു. അപ്പോൾ അത് നമ്മൾ തികച്ചും പുറത്തൊരാളെ കൊണ്ടാണ് ആ പോസ്റ്റർ ചെയ്യിപ്പിച്ചത്. എന്നാൽ അദ്ദേഹത്തിന്റെ അറിവില്ലായ്മ കൊണ്ട് നമ്മുടെ സഹോദര സമുദായങ്ങൾക്ക് ഉണ്ടാകുന്ന രീതിയിൽ ആ ഒരു ചെറിയൊരു മനസ്സിന് ചെറിയൊരു വിഷമം ഉണ്ടായെന്ന് നമുക്ക് അറിയാൻ കഴിഞ്ഞു. തികച്ചും ഞങ്ങളുടെ അറിവോടുകൂടി ചെയ്തതല്ല, മറിച്ച് അദ്ദേഹത്തിന്റെ അറിവില്ലായ്മ കൊണ്ട് ആ പോസ്റ്റർ അങ്ങനെ സംഭവിച്ചു പോയതാണ്. ഞങ്ങൾ എന്നാൽ അത് മാറ്റുകയും പകരം നല്ല രീതിയിലുള്ള ഒരു വിഷു ആശംസ പോസ്റ്ററാണ് നമ്മളെല്ലാവർക്കും വേണ്ടിയിട്ട് നമ്മൾ ഷെയർ ചെയ്തത്. ആ പോസ്റ്റർ വിവാദപരമായ പോസ്റ്റർ നമ്മുടെ ഒരു പ്ലാറ്റ്ഫോമിലും സോഷ്യൽ മീഡിയയിലോ ഒന്നിലും ഞങ്ങൾ ഇതുവരെ ഷെയർ ചെയ്തിട്ടില്ല. ഞങ്ങളപ്പോൾ തന്നെ അതെല്ലാം ഒഴിവാക്കിയതാണ്, തടസ്സപ്പെടുത്തിയതാണ്. അപ്പോൾ തുടർന്നും നിങ്ങളുടെ എല്ലാവരുടെയും മാന്യമായ സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് നിങ്ങൾക്കുണ്ടായ ആ ഒരു ബുദ്ധിമുട്ടിൽ ഞങ്ങൾ മാനേജ്മെന്റ് ടീം നിങ്ങളോട് മാപ്പ് ചോദിക്കുകയാണ്. എല്ലാവരും സഹകരിക്കുക. ഈ കഴിഞ്ഞ വിഷു ഏപ്രിൽ 15 നമ്മൾ ഒരു ആശംസ അറിയിക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി നമ്മളൊരു പോസ്റ്റർ ക്രിയേറ്റ് ചെയ്യണ്ടായി. പക്ഷെ അത് ആ ഒരു പോസ്റ്റർ ക്രിയേറ്റ് ചെയ്ത് നമ്മൾ വന്നപ്പോൾ തന്നെ അതൊരിക്കലും നമുക്കൊരു സമൂഹത്തിലേക്ക് ഇറക്കി വിടാൻ പറ്റുന്ന ഒരു പോസ്റ്റർ അല്ലാന്ന് കണ്ട് നമ്മൾ പിൻവലിക്കുകയും അതിന് പകരം ഏറ്റവും നല്ലൊരു പോസ്റ്റർ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് നമ്മൾ സോഷ്യൽ മീഡിയ വഴി എല്ലാവരിലേക്കും ആശംസകൾ എത്തിക്കുകയും ചെയ്തു. കസ്റ്റമേഴ്സിന് എല്ലാവർക്കും ഇത് മാനസികമായിട്ട് ഒത്തിരി ബുദ്ധിമുട്ടുണ്ടായിട്ടാണ് നമുക്ക് മനസ്സിലായി. നമ്മളിത് ആരെയും വേദനിപ്പിക്കാനോ ഒന്നിനും വേണ്ടിയല്ല. നമ്മൾ ക്രിയേറ്റ് ചെയ്തപ്പോൾ 2 പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യും, അതിനകത്ത് ഒരെണ്ണം വേണ്ടാന്ന് പറഞ്ഞ് നമ്മൾ പിൻവലിക്കുകയും, പക്ഷേ വാട്സാപ്പിൽ മാത്രം നമ്മൾ മറ്റു ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ നമ്മൾ ഈ ഒരു പോസ്റ്റ് ചെയ്തില്ല. പക്ഷേ ഇപ്പോൾ വന്നിരിക്കുന്നത് നമ്മൾ മനഃപൂർവ്വം ഇത് എല്ലാവരിലേക്കും എത്തിക്കുന്നതിന് വേണ്ടി നമ്മൾ ചെയ്തു എന്നുള്ള രീതിയിലാണ്. സോ ഇതുകൊണ്ട് മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടായിട്ടുള്ള എല്ലാ ആൾക്കാർക്കും, ഇത് നമ്മളൊരു മതപരമായ ഒന്നുമല്ല കാണുന്നത്, കാരണം നമ്മൾ എല്ലാ മതങ്ങളെയും എല്ലാ ആചാരങ്ങളെയും 2026 വിഷു ഗംഭീരമായിട്ട് ആഘോഷിച്ചിരിക്കുകയാണ് മലയാളികൾ. പതിവിന് വിപരീതമായിട്ട് സർവ്വമതസ്ഥരും ഗംഭീരമായിട്ട് വസ്ത്രങ്ങളൊക്കെ ധരിച്ച് നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് ആ ഒരു വിഷു ആഘോഷിക്കുന്ന കാഴ്ചകളൊക്കെ സോഷ്യൽ മീഡിയയിൽ കാണുകയുണ്ടായി. എന്നാൽ 2 പ്രധാനപ്പെട്ട സോഷ്യൽ മീഡിയ ഡിസ്കഷൻസ് അതിനിടയിലേറെ ശ്രദ്ധ നേടി. അതിലൊന്നാണ് ഞാൻ ആദ്യം കാണിച്ച ഒരു വീഡിയോയിലെ സംഭവത്തിന് ആധാരമായിട്ടുള്ള പരിപാടി. ഈ വിഷുവിന് ഉണ്ണിക്കണ്ണൻ മന്തിക്ക് മുൻപിൽ കൊതുവിട്ടിരിക്കുന്ന പോസ്റ്റർ ഷെയർ ചെയ്തിരിക്കുകയാണ് ചില അറബിക് ഫുഡ്സൊക്കെ സെർവ് ചെയ്യുന്ന റെസ്റ്റോറൻറ്റുകൾ. അതിലൊരാളാണ് ഉണ്ണിക്കണ്ണനെ മൊത്തമായിട്ട് കാണിച്ചത്. ചില റെസ്റ്റോറൻറ്റ്സുകളൊക്കെ ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ ഉണ്ണിക്കണ്ണൻ്റെ കൈ അല്ലെങ്കിൽ നീല കൈ ഒക്കെ വെച്ചിട്ട് കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുകയുണ്ടായി. എന്താണ് ഇത്രമാത്രം വിഷമിക്കുന്നത്, എന്തിനാണ് ഇത്രമാത്രം കഷ്ടപ്പെടുന്നത്? ഇങ്ങനെ ഒരു ദിവസം വരുന്ന സമയത്ത് ഇമാതിരി ഒരു സാധനം ചെയ്തില്ലെങ്കിൽ എന്താണ് ആകാശത്ത് നിന്ന് ഇടിഞ്ഞു വീഴുക എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ ഞാനിങ്ങനെ ആലോചിച്ചു പോയി. ഒരു ബോധവും പൊക്കണവും ഇല്ലാത്ത കുറേ യങ്സ്റ്റേഴ്സ് ഇതുപോലുള്ള ബിസിനസ്സുകളൊക്കെ ആരംഭിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ഒരൊറ്റ സംഭവമാണിത്. നമ്മൾ ജീവിക്കുന്ന ആ ഒരു ചുറ്റുപാടുകളെ കുറിച്ചിട്ട് യാതൊന്നും മനസ്സിലാക്കാതെ ലാഭം മന്തി വിളമ്പുക, ലാഭം ഉണ്ടാക്കുക എന്ന് പറയുന്ന ഒരു ചിന്തയുമായിട്ട് വെറുതെ ഇങ്ങനെ സെർവ് ചെയ്യുന്ന ഒരു കൂട്ടം ആളുകൾ. എന്തെങ്കിലും ഒരു ബോധമുണ്ടോ ഈ ടീംസിന്? യങ്സ്റ്റേഴ്സാണ്, അതാണ് ഏറ്റവും വേദനാജനകമായിട്ടുള്ളൊരു സംഗതി. അതേപോലെ തന്നെ ഒരു മതത്തിലേക്ക് വിശ്വസിക്കുന്ന മറ്റ് മതങ്ങളെയൊക്കെ സഹോദര മതങ്ങളായിട്ടൊക്കെ നോക്കിക്കാണുന്ന ആളുകളാണ് എന്നുള്ളത് അവരുടെ പ്രതികരണങ്ങളിൽ നിന്ന് വ്യക്തമായി. അപ്പോൾ ആ ഒരു മതത്തിൽ വിശ്വസിക്കുന്ന ആളുകൾക്ക് ഇതിനെക്കുറിച്ചിട്ടൊന്നും ഒരു ബോധവും ഇല്ലേ? സഹിഷ്ണുത എന്ന് പറയുന്ന ഒരു കാര്യം ഒരു വിഭാഗത്തിൻ്റെ അടുത്ത് നിന്ന് കാര്യമായിട്ട് ഡിമാൻഡ് ചെയ്യുന്ന ഒരു വിഭാഗത്തിൽ നിന്നിട്ടാണ് ചില ആളുകൾ സംസാരിക്കുന്നത്. ഒരു ജോസഫ് മാഷ് ഉണ്ടായിരുന്നു, അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂ ഒക്കെ സോഷ്യൽ മീഡിയയിൽ കിടപ്പുണ്ട്. ഒന്ന് കേട്ടു നോക്കുക. മച്ചൻ്റെ കൈ വെട്ടി. എന്തിനാണ് കൈ വെട്ടിയത്? മുഹമ്മദ് എന്ന് പറയുന്ന ഒരു പേര് യൂസ് ചെയ്തതിനാണ്, അദ്ദേഹത്തിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു ക്വസ്റ്റ്യനിൽ യൂസ് ചെയ്തതിനാണ് ഇദ്ദേഹത്തിൻ്റെ കൈ വെട്ടിയത്. സഹിഷ്ണുത എത്രത്തോളം ഉണ്ടായിരുന്ന ഒരു കൂട്ടം ആളുകൾക്ക്? സഹിഷ്ണുത തീരെ ഉണ്ടായിരുന്നില്ല. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിലാണ് ഒരു കൂട്ടം ആളുകളുടെ ദൈവസങ്കല്പമായിട്ടുള്ള അവരുടെ വിശ്വാസത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഉണ്ണിക്കണ്ണൻ, വെണ്ണയൊക്കെ കെട്ടി നിന്ന് ഒരു ശുദ്ധനായിട്ടുള്ള ഉണ്ണിക്കണ്ണൻ അദ്ദേഹത്തെ കൊണ്ട് മന്തി തിരിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നത്. അദ്ദേഹം പ്യൂർ വെജല്ലേ? ഹിന്ദു മത ആചാരങ്ങളുമായി ബന്ധപ്പെട്ട് അവിടെ ഇവിടെയൊക്കെ ചില മഹർഷിമാരൊക്കെ നോൺ വെജ് കഴിക്കാറുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാരണം വെച്ചിട്ടാണോ നിങ്ങൾ ഈ ഒരു പോസ്റ്റർ ചെയ്തത്? അല്ല, വെറുതെ ഒരു ബോധമില്ലാതെ ചുറ്റുപാടുകളെ ബഹുമാനിക്കാതെ ഒരു സാധനം അങ്ങോട്ട് അടിച്ചു വിട്ടിരിക്കുകയാണ്. ഈ ജോസഫ് മാഷിൻ്റെ കാര്യത്തിലേക്ക് തന്നെ തിരികെ വന്നു കഴിഞ്ഞാൽ ആ ഒരു കേസിൽ മുഹമ്മദ് എന്ന് പറയുന്ന ഒരു പേര്, നാമം യൂസ് ചെയ്തു എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ കൈയറ്റു പോകാനായിട്ടുണ്ടായ ഒരു കാരണം. അതങ്ങനെ ചെയ്തിട്ടല്ലേ എന്നൊക്കെ ചോദിച്ചിട്ടുള്ള CPM-ൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളെ ഒന്നും ഞാൻ ഈ ഒരു ഘട്ടത്തിൽ മെൻഷൻ ഒന്നും ചെയ്യുന്നില്ല. ഇതുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് അത് എത്രത്തോളം ചെറിയൊരു കാര്യമാണ്. കാരണം നമ്മുടെ ചുറ്റിനും ഇഷ്ടം പോലെ മുഹമ്മദ് ഉണ്ട്. എല്ലാ മുഹമ്മദും ദൈവതുല്യമായിട്ടുള്ള രീതിയിൽ ജീവിക്കുന്ന മുഹമ്മദൊന്നും അല്ല നമ്മുടെ ചുറ്റിനുള്ളത്. നമ്മുടെ കൂട്ടുകാരിൽ മുഹമ്മദ് ഉണ്ടായിരിക്കാം, നാട്ടുകാരിൽ മുഹമ്മദ് ഉണ്ടായിരിക്കാം. ചിലപ്പോൾ ചില മുഹമ്മദുകളൊക്കെ ചില ആളുകൾക്ക് വിഷമമുണ്ടാകുന്ന രീതിയിലൊക്കെ പെരുമാറിയിട്ടുണ്ടാവും. എന്നാലും മുഹമ്മദ് എന്ന് പറയുന്ന ആ ഒരു പേര് പോലും എല്ലാ ആളുകളും ഇഷ്ടം പോലെ യൂസ് ചെയ്യുന്ന ആ ഒരു പേര് പോലും ഒരു അന്യമതസ്ഥൻ യൂസ് ചെയ്ത സമയത്ത് തീരെ സഹിഷ്ണുത കിട്ടാത്ത ആളുകൾക്ക് ഇടയിൽ നിന്നിട്ട് ആ ഒരു സംഭവങ്ങളൊക്കെ കേട്ട് ജീവിച്ചിട്ടുള്ള നമ്മൾ മറ്റൊരു മതത്തിൻ്റെ ദൈവസങ്കല്പത്തെ എടുത്തിട്ട് അതൊട്ടും യോജിക്കാത്ത ഒരു രീതിയിലേക്ക് കച്ചവടത്തിന് വേണ്ടി ഉപയോഗിക്കുകയാണ്.
ഈ ബിസിനസ് ഓണേഴ്സൊക്കെ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. എല്ലാ ഫെസ്റ്റിവൽ വരുന്ന സമയത്തും അതിനെ എടുത്ത് ഈ മന്തി പാത്രത്തിൽ വെച്ച്, അല്ലെങ്കിൽ നിങ്ങളുടെ ചിക്കൻ പാത്രത്തിൽ വെച്ച്, അല്ലെങ്കിൽ നിങ്ങൾ എന്താണോ സെർവ് ചെയ്യുന്നത് അതിനകത്ത് എടുത്ത് വെച്ചിട്ട് ഷെയർ ചെയ്ത് വെറുപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ക്വാളിറ്റി ഫുഡ് സെർവ് ചെയ്യുക. അതേപോലെ തന്നെ എല്ലാ മതപരമായിട്ടുള്ള പരിപാടികളിലേക്ക് നുഴഞ്ഞു കയറിയിട്ട് വിശ്വാസികൾക്ക് ആശംസ അർപ്പിച്ച് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ സഹോദര തുല്യമായിട്ടുള്ള മതം, അതേപോലെ തന്നെ മെഹർ മന്തി ആൻഡ് ഗ്രിൽസിൻ്റെ വക ഒരു വിഷു ആശംസകൾ, ചില ആളുകളുടെ വക ഒരു ഓണം ആശംസകൾ, ചില ആളുകളുടെ വക ഒരു ക്രിസ്മസ് ആശംസകൾ, ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ മതവിശ്വാസികൾ കപടമായിട്ട് കയ്യിലെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങളുടെ കയ്യിൽ എന്താണോ ഉള്ളത് അത് വിഷു സ്പെഷ്യലായിട്ട് സെർവ് ചെയ്യാൻ പറ്റുന്ന ഐറ്റമാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പോസ്റ്റ് ഇടാം. ഇപ്പോൾ നിങ്ങൾ ഓണസദ്യ കൊടുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഓണത്തിൻ്റെ സദ്യയുടെ പോസ്റ്റർ ഇടാം. നിങ്ങൾ ക്രിസ്മസ് കേക്ക് കൊടുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെ പോസ്റ്റർ ഇടാം. അല്ലാതെ അതിനകത്തേക്ക് കടന്ന് കയറിയിട്ട് അവരുടെ ആ ഒരു കൾച്ചർ മാറ്റി ഇത്തവണ വിഷുവിന് മന്തി തിരിച്ചേക്കാം എന്ന് പറയുന്ന ഒരു മൂഡിലേക്കൊന്നും വരാതിരിക്കാം. ഇതൊക്കെ ബേസിക് കോമൺ സെൻസ് ഇല്ലാത്തതുകൊണ്ടാണ്. ഈ ബിസിനസ് ഓണേഴ്സിന് കോമൺ സെൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ അതുണ്ടാക്കുന്ന പ്രത്യാഘാതം എന്ന് പറയുന്നത് അതിഭീകരമായിരിക്കും. ഇതൊക്കെ ഇവിടെ ചർച്ച ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്ന് നിങ്ങളിൽ പല ആളുകളും ചിന്തിക്കും. ഇത് ഇവിടെയല്ല, പുറത്ത് ഗംഭീരമായിട്ടുള്ള ചർച്ചകളായിട്ട് മാറിയിട്ടുണ്ട്. അങ്ങനെ മാറിക്കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഡാമേജ് എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലേക്കുള്ളതായിരിക്കില്ല. കാരണം ഒരു ദൈവസങ്കല്പത്തെയാണ് ഇങ്ങനെ ഒരു രീതിയിലേക്ക്, ഒരു വൈകൃതമായിട്ടുള്ള രീതിയിലേക്ക് എടുത്ത് മാറ്റിയിരിക്കുന്നത്. ഇതൊരു അബദ്ധമാണ് എന്ന് തെളിയിക്കാൻ തന്നെ വല്ലാത്ത കഷ്ടപ്പെടും. ഇതൊരു അബദ്ധം പറ്റിയതാണ്, ഞങ്ങളുടെ മൈൻഡിൽ ഇങ്ങനെ ഒരു ചിന്ത സദുദ്ദേശപരമായിട്ട് തോന്നിയതാണ് എന്നൊക്കെ തെളിയിക്കാൻ തന്നെ വല്ലാതെ കഷ്ടപ്പെടും. ഇപ്പോൾ നിങ്ങളെ കുടുക്കണമെന്ന രീതിയിൽ ഒരാൾ ഒരു നിയമവിദഗ്ധൻ നിങ്ങൾക്കെതിരായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ പെടുത്തി കളയാനായിട്ടുള്ള ഐറ്റംസൊക്കെ ഈ ഒരു പരിപാടിയിൽ നിങ്ങൾ ഒപ്പിച്ചു വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ആളുകൾ സംഘടിച്ചെത്തുകയാണ്. അവരുടെ ഒരു വികാരത്തിന് കൂടുതലൊരു പ്രാധാന്യം നൽകുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇതൊക്കെ പോകും. കാരണം ഒരു ദൈവസങ്കല്പത്തെയാണ് നിങ്ങൾ അങ്ങനെ ഒരു രീതിയിലേക്ക് മാറ്റിയിരിക്കുന്നത്. ഇതിവിടെ ചർച്ച ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മതങ്ങളെ അല്ലെങ്കിൽ മതവിശ്വാസികളെ തൊട്ടും തലോടിയും തലയിൽ വെച്ചും കച്ചവടം ഉണ്ടാക്കാം എന്നുള്ള പരിപാടിയിലേക്ക് ആളുകൾ മാറാതിരിക്കുക. ഈ മതം എന്ന് പറയുന്നത് അത്തരത്തിൽ സഹിഷ്ണുത ഇല്ലാത്തൊരു കൂട്ടം ആളുകളുടെ ഇടമാണ്. അതിപ്പോൾ നല്ലതിനാണെങ്കിലും മോശത്തിനാണെങ്കിലും ബിസിനസ് ഓണേഴ്സ്, യങ്സ്റ്റേഴ്സ് അവരുമായിട്ട് വലിയ ചങ്ങാത്തത്തിന് പോവാതിരിക്കുക. നല്ലതിനും വേണ്ട, മോശത്തിനും വേണ്ട. നിങ്ങൾ നിങ്ങളുടെ പണി മര്യാദയ്ക്ക് എടുക്കാനായിട്ട് നോക്കുക. ഇല്ലാത്ത സാഹോദര്യമാണ് പല മതവിശ്വാസികൾക്കും മറ്റ് മതങ്ങളോടൊക്കെ ഉള്ളത്. എങ്ങനെയുണ്ട് എന്ന് പറയാൻ പറ്റും? നിങ്ങൾ പ്രോപ്പറായിട്ട് ഈ പറയുന്ന മതപുസ്തകം പൂർണ്ണമായിട്ട് അനുസരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഒരു സാഹോദര്യം ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയില്ല. എസ്പെഷ്യലി ചില തീവ്ര മതങ്ങളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ശത്രുത ഉണ്ടാക്കിയില്ല എന്നുണ്ടെങ്കിൽ അത് എന്താ പറയുന്നത്, നരകം പോകാനായിട്ടുള്ള ഒരു കാരണമായിട്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മളിങ്ങനെ സഹോദരരാണ്, അങ്ങനെയാണ്, ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ക്രിഞ്ചി ഡയലോഗൊക്കെ അടിച്ചിട്ട് ഓരോ ഐറ്റം ഇറക്കുന്നത്. അതുകൊണ്ട് നല്ലതിനും പോകണ്ട, ചീത്തയ്ക്കും പോകണ്ട എന്നുള്ളതാണ്. ഇതുപോലുള്ള സംഗതികൾ ഇപ്പോൾ ഞാൻ മതങ്ങളെടുത്ത് തലയിൽ വയ്ക്കുന്ന ആളൊന്നുമല്ല. പക്ഷേ ഇതുപോലുള്ള പരിപാടികൾ നമുക്കൊരു സൊസൈറ്റി ആയിട്ട് ജീവിക്കുന്ന സമയത്ത് അംഗീകരിക്കാൻ പറ്റാതെ തന്നെയാണ്. നന്ദി.